മദപ്പാടിലായിരിക്കെ ഇന്നു പുലർച്ചെ ആനത്താവളത്തിൽ ചെരിഞ്ഞ കൊമ്പൻ ഗുരുവായൂരിലെത്തിയത് അസമിൽ നിന്ന്. അസമിൽ ലക്കി പ്രസാദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊമ്പനെ കേരളത്തിലെത്തിച്ച് 2001 സെപ്റ്റംബർ 3 ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത് ബിസിനസ്സുകാരനായ ഗോപു നന്ദിലത്തായിരുന്നു. അന്ന് ഏകദേശം 24 വയസ്സായിരുന്നു പ്രായം. ഗുരുവായൂരിലെത്തിയതോടെ ആന പ്രശസ്തിയിലേക്ക് ഉയർന്നു. ആനത്താവളത്തിലെ മര്യാദക്കാരിൽ ഒരാളായി അറിയപ്പെട്ട ഗോപികണ്ണൻ 2003, 2004, 2009, 2010, 2016, 2017, 2019, 2020, 2024 വർഷങ്ങളിലായി 9 തവണ ആനയോട്ടത്തിൽ ജേതാവായി. ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിൽ നിർത്തേണ്ട ആനകളെ മാറ്റേണ്ട സാഹചര്യം വന്നാൽ പകരം നിയോഗം ലഭിക്കാറുള്ളത് ഈ കൊമ്പനായിരുന്നു. വെടിക്കെട്ടിനോട് അല്പം ഭയമുള്ള കൂട്ടത്തിലായിരുന്നു ഗോപികണ്ണനെന്ന് നേരത്തെ നിയന്ത്രിച്ചിരുന്ന പാപ്പാന്മാർ പറഞ്ഞു. കവിതയിൽ സ്ഥാനം പിടിക്കാനുള്ള അപൂർവ നിയോഗവും ഗോപികണ്ണനുണ്ടായിട്ടുണ്ട്. ദേവസ്വം പ്രസിദ്ധീകരണമായ ഭക്തപ്രിയയുടെ 2010 ഫെബ്രുവരി ലക്കത്തിൽ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എഴുതിയ കവിതയിലാണ് ഗോപികണ്ണൻ കടന്നുവന്നത്. 2003 ഗോപികണ്ണൻ ആനയോട്ടത്തിൽ വിജയിയായപ്പോൾ അവൻ്റെ പാപ്പാനായിരുന്നു കൃഷ്ണൻകുട്ടി. ഗുരുവായൂർ പത്മനാഭന്റെ ആത്മകഥം എന്ന രീതിയിൽ എഴുതിയ കവിത നടക്കാൻ പോകുന്ന ആനയോട്ടത്തിൽ ഗോപികണ്ണൻ വിജയിക്കുമെന്ന പ്രവചനമായിരുന്നു. കുട്ടികളോടിടട്ടെ ഞാൻ എത്തുകില്ല അവർക്കൊപ്പം, സ്വപ്നത്തിലൊരുവനുണ്ടെപ്പോഴും ഗോപികണ്ണൻ എത്തിടാം മുന്നിൽ, ഓട്ടം മെച്ചമെൻ മനോഗതം എന്നായിരുന്നു വരികൾ. കവിവാക്ക് പൊൻവാക്കാവുകയും ഗോപികണ്ണൻ അത്തവണ വിജയഗോപുരം കടക്കുകയും ചെയ്തു. ആനപ്രേമികളെയെല്ലാം കണ്ണീരിലാഴ്ത്തിയാണ് തൻ്റെ നല്ല പ്രായത്തിൽ ഗോപികണ്ണൻ കടന്നുപോകുന്നത്. നല്ല ആരോഗ്യാവസ്ഥയിൽ മദപ്പാടിൽ തളച്ചിരിക്കെയാണ് അവിചാരിതമായി വെള്ളിയാഴ്ച പുലർച്ചെ അന്ത്യം സംഭവിച്ചത്. ഗോപികണ്ണൻ ചെരിഞ്ഞതോടെ ആനക്കോട്ടയിലെ ആനകളുടെ എണ്ണം 36 കുറഞ്ഞു. ഗോപികണ്ണനെ ദേവസ്വം അധികൃതർ അന്തിമോപചാരം അർപ്പിച്ചു.